റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വിമർശകനും മുൻ പ്രതിപക്ഷ നേതാവുമായ അലക്സി നെവൽനി മരിച്ചെന്ന് റിപ്പോർട്ട്. 2021 മുതൽ ആർട്ടിക് ജയിലിൽ തടവിലായിരുന്നു. വിവിധ കേസുകളിലായി 19 വർഷത്തെ തടവിന് ശിക്ഷിച്ച നെവൽനിയെ ജയിലിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് എസ് രാംകുമാർ ചേരുന്നുണ്ട്. രാംകുമാർ, മുൻപ് തന്നെ നവൽനിയെ വിഷം കൊടുത്ത് കൊലപ്പെടുത്താൻ ശ്രമം നടന്നു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. നവൽനി തന്നെ അദ്ദേഹത്തിന്റെ മരണം മുന്നിൽ കാണുന്നുണ്ടായിരുന്നു. ഈ മരണകാരണം എന്താണെന്ന് വ്യക്തമാക്കുന്നുണ്ടോ അധികൃതർ? പ്രവിത, ഇപ്പോൾ ഈ മരണകാരണത്തെ കുറിച്ചിട്ട് ക്രെംലിൻ പ്രതികരിച്ചിരിക്കുന്നത് ഇത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് അദ്ദേഹം മരിച്ചത് എന്നതിൽ വ്യക്തതയില്ല എന്നാണ്. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ആർട്ടിക് സർക്കിളിലെ ഒരു ജയിലിലായിരുന്നു ഉണ്ടായിരുന്നത്. ആർട്ടിക് സർക്കിളിലെ ജയിൽ റഷ്യയിലെ എന്നല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും കാഠിന്യമേറിയ ഒരു കാരാഗ്രഹമാണ്. അവിടെയായിരുന്നു കഴിഞ്ഞ മാസങ്ങളായി അലക്സി നവൽനി ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച അദ്ദേഹം വ്യായാമത്തിനായി ഇറങ്ങുന്നതിനിടെ അദ്ദേഹം കുഴഞ്ഞു വീണു എന്നാണ് ജയിൽ അധികൃതർ ഇപ്പോൾ നൽകുന്ന വിവരം. 47 വയസ്സായിരുന്നു അലക്സി നവൽനിക്ക് ഉണ്ടായിരുന്നത്. അടുത്ത മാസം റഷ്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഇങ്ങനെ അവിടുത്തെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി, ഇപ്പോഴത്തെ പ്രസിഡന്റും വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി വീണ്ടും മത്സരിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുള്ള വ്ളാഡിമിർ പുടിന്റെ കടുത്ത വിമർശകനും പ്രതിപക്ഷ നേതൃത്വത്തിന്റെ ഒരു മുഖവുമായിരുന്ന അലക്സി നവൽനി മരിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നത്. 2013 മുതൽ തന്നെ അദ്ദേഹം ബ്ലോഗിങ്ങിലൂടെയും മറ്റും ഈ പുടിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്ന ഒരാളാണ്. 2013 മോസ്കോ മേയർ തെരഞ്ഞെടുപ്പിലൂടെയാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. പിന്നീട് 2018 വ്ളാഡിമിർ പുടിനെതിരെ മത്സരിക്കുമെന്ന് നവൽനി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ചില കേസുകളൊക്കെ അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടായിരുന്നതുകൊണ്ട് മത്സരിക്കാൻ സാധിച്ചില്ല. പിന്നീട് 2020 അലക്സി നവൽനിക്ക് നേരെ ഒരു വധശ്രമം ഉണ്ടായി. സൈബീരിയയിൽ നിന്ന് മോസ്കോയിലേക്ക് വിമാനത്തിൽ സഞ്ചരിക്കുന്നതിനിടെ അദ്ദേഹം അബോധാവസ്ഥയിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് ചികിത്സിച്ചപ്പോൾ ജർമ്മനിയിൽ അദ്ദേഹത്തിന് ചികിത്സ നൽകി. ജർമ്മൻ മെഡിക്കൽ സംഘത്തിന്റെ കണ്ടെത്തൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ അലക്സി നവൽനിക്ക് വിഷബാധ ഏറ്റു എന്നായിരുന്നു. അതിനു പിന്നിൽ പുടിനായന് എന്ന കടുത്ത ആരോപണങ്ങൾ ഒക്കെ ഉയർന്നിരുന്നു. എന്നാൽ ഇതൊന്നും റഷ്യ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് 2021 ജനുവരിയിൽ അദ്ദേഹം റഷ്യയിൽ തിരിച്ചെത്തിയ ഉടൻ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. പല കേസുകളിലായി 30 വർഷത്തോളം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാളാണ് അലക്സി നവൽനി. ഇതിൽ തീവ്രവാദി സംഘടനകൾക്ക് പണം നൽകി എന്ന ഒരു കേസിൽ 19 വർഷം ശിക്ഷിക്കപ്പെട്ട് ആ കേസിലാണ് ഇപ്പോൾ ജയിലിൽ കഴിഞ്ഞിരുന്നത്. ആദ്യം വ്ളാഡിമിർ എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു ജയിലിലായിരുന്നു. മോസ്കോയിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ അകലെയുള്ള വ്ളാഡിമിറിലെ ഒരു ജയിലിലായിരുന്നു അലക്സി നവൽനി ഉണ്ടായിരുന്നത്. പിന്നീട് പെട്ടെന്ന് ഒരു തവണ അദ്ദേഹത്തെ കാണാതാവുകയായിരുന്നു. അത് വളരെ അഭ്യൂഹങ്ങൾക്കൊക്കെ വഴിവെച്ചിരുന്നു. അലക്സി നവൽനി എവിടെ എന്ന ഒരു ചോദ്യം ഉയർന്നിരുന്നു. ആ സമയത്ത് വീണ്ടും ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരികയും പുടിൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ അലക്സി നവൽനി തന്നെ ഒരു വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ട് താൻ ജീവനോടെ ഉണ്ടെന്നും താൻ ഇവിടെ ആർട്ടിക് സർക്കിളിലെ ജയിലിലാണ് ഇപ്പോഴുള്ളത് എന്നും അലക്സി നവൽനി തന്നെ വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഏകദേശം ഒരു 2-3 മാസങ്ങൾ കഴിയുമ്പോഴാണ് ഈ അലക്സി നവൽനി മരിച്ചു എന്ന ഒരു വാർത്ത ജയിൽ അധികൃതർ പുറത്തുവിടുന്നത്. പ്രവിത, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കടുത്ത വിമർശകനും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവുമായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ പുടിന്റെ വലിയ കരങ്ങളുണ്ട് എന്നുള്ള തരത്തിൽ അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തുകയും ചെയ്തിരുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന് വിഷം നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അല്പം മുൻപ് രാംകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ റഷ്യ കൂടുതൽ പ്രതികരണത്തിനൊന്നും തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിനെതിരെ എന്തൊക്കെ കുറ്റങ്ങളാണ് മുൻപ് ചുമത്തിയിരുന്നത്? അദ്ദേഹം തന്നെ ഈ മരണം മുന്നിൽ കണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പലപ്പോഴും അദ്ദേഹം തന്നെ പറയുകയും ചെയ്തിരുന്നു താൻ കൊല്ലപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്ന്. തീർച്ചയായിട്ടും ഇപ്പോൾ സ്വാഭാവികമായിട്ടും അലക്സി നവൽനി മരിക്കുമ്പോൾ അതിൻ്റെ ചോദ്യമുനകൾ നീളുന്നത് പുടിനിലേക്ക് തന്നെയാണ്. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 2020 ഉണ്ടായ ആ വധശ്രമം തന്നെയാണ്. അദ്ദേഹത്തിനെ ഈ വിമാനത്തിൽ വെച്ച് അദ്ദേഹം അബോധാവസ്ഥയിലാവുകയും പിന്നീട് റഷ്യക്ക് നേരെ ഈ നവൽനി അനുകൂലികൾ പറഞ്ഞത് പുടിൻ്റെ സംഘം ഇദ്ദേഹത്തിന് വിഷം നൽകിയെന്നായിരുന്നു. എന്നാൽ ക്രെംലിൻ അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ഭക്ഷ്യവിഷബാധ ഏറ്റതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ളൊരു പ്രശ്നമുണ്ടായത് എന്നായിരുന്നു റഷ്യയുടെ അവകാശവാദം. പിന്നീട് ജർമ്മനിയിൽ നിന്നുള്ള ചില സന്നദ്ധ സംഘടനകളൊക്കെ ഇടപെട്ടാണ് അദ്ദേഹത്തെ ചികിത്സയ്ക്കായി ജർമ്മനിയിലേക്ക് കൊണ്ടുപോയത്. അവിടുത്തെ ചികിത്സയിൽ ഈ നവൽനിയുടെ ശരീരത്തിൽ വിഷബാധ ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചു. പിന്നീട് അത് ഫ്രാൻസും അതുപോലെ യൂറോപ്യൻ കമ്മീഷനുമെല്ലാം ഈ കാര്യം സ്ഥിരീകരിക്കുകയുണ്ടായി. എന്നാൽ ഈ ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം കുറേ കാലത്തോളം കോമയിലായിരുന്നു. ഈ കോമയിൽ കഴിഞ്ഞ് അദ്ദേഹം ഈ ആരോഗ്യം വീണ്ടെടുത്തതിന് പിന്നാലെ തന്നെ അദ്ദേഹത്തെ റഷ്യ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റഷ്യ വലിയ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ മരണം സ്വാഭാവികമായും പുടിനിലേക്ക് തന്നെയാണ് അതിൻ്റെ സംശയങ്ങൾ നീളുന്നത്. പ്രവിത.
യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിമർശനം അലക്സി നവൽനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്തായാലും അലക്സി നവൽനി റഷ്യയിലെ പ്രതിപക്ഷ നേതാവും പുടിന്റെ വലിയ വിമർശകനുമായിരുന്നു അദ്ദേഹം മരിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.